ദിവസം കൊണ്ട് തൃശ്ശൂർ പൂരത്തിനോടുള്ള നമ്മുടെ ആവേശവും സന്തോഷവും കാത്തിരിപ്പും എല്ലാം ഒരു നിമിഷം കൊണ്ട് ചിന്നിച്ചിതറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 13 പേരുടെ മരണം ഇപ്പോഴും പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ തുടരുന്നവരുടെ അവസ്ഥ നമുക്കറിയാം. ചെറിയൊരു പൊള്ളൽ നമ്മളുടെ കയ്യിലോ കാലിലോ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ദിവസം അത് വേദന എടുക്കും, എത്ര വേദന നമ്മൾ അനുഭവിക്കും. അവിടെ 70% പൊള്ളലേറ്റ് കഴിയുന്നവരുടെ ഒരു വേദന നമുക്കിവിടെ ഇരുന്ന് ഊഹിക്കാം. അല്ലെ, ഊഹിക്കുന്നതിലുമൊക്കെ എത്രയോ അപ്പുറമായിരിക്കും അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്നവരായിരിക്കും കൂടുതലും. ഒരു പക്ഷേ ഈ വെടിക്കെട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടന്നിരുന്നെങ്കിൽ വലിയ തലക്കെട്ടോടുകൂടെ വർണ്ണശബളമായ എന്താ പറയുക വെടിക്കെട്ട് അല്ലെങ്കിൽ അങ്ങനെ പല ടൈറ്റിലോടുകൂടെ അതെല്ലാവരും ആഘോഷിച്ചേനെ. ഇന്നലെ ഇത് നടക്കുമ്പോൾ ഞാൻ തിരുവമ്പാടി ഓഫീസിലായിരുന്നു കേട്ടോ. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് വെഞ്ചാമരത്തിൻ്റെ. അതിൻ്റെയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ സ്പോട്ടിൽ 2 പേര് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഷോക്കിങ്ങോട് കൂടിയാണ് അവിടുന്ന് ഇറങ്ങിയത്. തിരിച്ചിവിടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയാം, അതായത് എൻ്റെ വീട് കുറ്റൂരാണ്. കുറ്റൂരും മുണ്ടത്തിയോടും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ആ ശബ്ദം ഇവിടേക്ക് കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് അത്രയും അപ്പം തോന്നിയില്ല. പിന്നെ വാർത്തകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇത് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പൂരം ഇനി എന്താവുമെന്ന് 2 ദിവസങ്ങളായാലും അല്ലെങ്കിൽ നാളെയാണത് തീരുമാനമാവുക. ഇനി എങ്ങനെയൊക്കെ ചെറുതായ രീതിയിൽ ആഘോഷിക്കാമെന്ന് വെച്ചാലും ഈ ഒരു ദുരന്തം നമ്മളിന്ന് വിട്ടുപോവില്ല അല്ലേ. കാരണം അത്രയധികം വെടിക്കെട്ട് ഭംഗിയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കുറേ ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോയത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.